അരുവിക്കര ഡാമിൽ വരുന്ന ആൾക്കാർ പ്രധാനമായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ഗുഹ എന്ന് പറയുന്നത്. ഇത് ഗുഹ എന്നല്ല, ഇതൊരു ടണൽ പോലെയാണ്, കണ്ടായിരുന്നോ? പക്ഷേ ഇവിടെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഇത് നമ്മൾ ഒരു സിനിമയിൽ പോകുന്നൊരു ഫീലില്ലേ? പക്ഷേ എവിടെയാണ് വേണ്ടത്? ഇവിടെ വരുന്ന മിക്ക ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് കയറും. എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അധികം സത്യം പറഞ്ഞാൽ ഈ പരിസരത്തും ആളില്ല, ഇതിനകത്തും ആളില്ല. ഈ കുഴിയെല്ലാം ഉണ്ടോയെന്ന് അറിയില്ലാണ്ടിരുന്നോ? ഒരു വല്ലാത്തൊരു ഫീലില്ലേ ഈ സ്ഥലത്ത് വരുമ്പോൾ? ഇത് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഇവിടെ റേഞ്ചൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥലത്ത്. ഇത് എനിക്ക് തോന്നുന്നു ഡാമിൻ്റെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും തോന്നുന്നു. അവിടെ കുറച്ച് പേര് നിൽക്കുന്നത്. അവിടെ എന്തോ സംഭവമാണ് കേട്ടോ. അവിടെ എന്തോ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അവർ. അവിടെ ആൾക്കാർ നിന്ന് ഈ വഴി എൻട്രല്ലെന്ന് ബോർഡൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. പക്ഷേ കണ്ടായിരുന്നോ, പെട്ടെന്ന് കാണുമ്പോൾ ഒരു നിഗൂഢമായൊരു ഫീലില്ലേ? എന്തോ അവരവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. ഇതിലെ പോകുമ്പോൾ തന്നെ എത്തി പ്രശ്നം കേട്ടോ. വെള്ളം മൊത്തം വെള്ളമുണ്ട്, പിന്നെ ഇഴജന്തുക്കളെ ശല്യം ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ പൊളിഞ്ഞിരിക്കണം, ഏത് സമയം പൊളിഞ്ഞ് വീഴാം. കണ്ടായിരുന്നോ? അടർന്നിരിക്കുകയാണ് ഈ സ്ഥലമൊക്കെ. പോകുന്ന റിസ്ക്കാണ്, എന്നാലും അതെന്താണ് അവിടെ ചെയ്യുന്ന ഒരു പിടിയില്ല കേട്ടോ. അവിടെ ഒരു കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്താണ് നമ്മൾ ചോദിച്ചത്? ഇര പിടിക്കുന്നത് ഇവിടെ ചേട്ടന്മാർ മീൻ പിടിക്കാൻ വേണ്ടിയാണ് ഇവർ ഇര എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് ഈ പരിസരത്ത് ആരും ഇല്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പെട്ടെന്ന് വരുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണെന്ന് ആർക്കും അറിയത്തില്ല കേട്ടോ. പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയൊരു ഫീലാണ് ഇവിടെ വരുമ്പോഴേ. ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞ് നമ്മളിപ്പോൾ ഡാമിൻ്റെ മറുവശത്തെത്തി കേട്ടോ.